ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം. ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു. ദാൻ മുതൽ ദർബേബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങിത്തിരിച്ചു. ഗിലായതുകാരെയും ചേർന്ന് അവൻ ഏകമനസ്സോടെ മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ചുകൂടി. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രത്തിലെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായി. ഖഡ്ഗധാരികളുടെ ആ കാലാൾപ്പട 4,00,000 പേരടങ്ങിയതായിരുന്നു. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ പറഞ്ഞു, ബെഞ്ചമിൻ ഗോത്രത്തെ അധീനത്തിലുള്ള മെസ്ഗയിൽ ഞാനും എൻ്റെ ഉപനാരിയും രാത്രിയിൽ താമസിക്കാൻ ചെന്നു. ഗിബിയായിൽ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് പടഞ്ഞു. എൻ്റെ ഉപനാരിയെ അവർ ബലാത്സംഗം ചെയ്തു. അങ്ങനെ അവൾ മരിച്ചു. അവളെ ഞാൻ കഷണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശമെല്ലാം കൊടുത്തയച്ചു. ഇത്ര വലിയ മ്ലേച്ഛതയാണ് അവൻ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഇസ്രായേലിയുടെ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം. ജനം മുഴുവൻ ഏകമനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തു, ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല. ഗിബിയോൻകാരോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നറുക്കിട്ട് നമുക്ക് അതിനെ ആക്രമിക്കാം. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൽ നിന്ന് 100 പേര്, 1,000-100, 10,000-1000 എന്ന കണക്കിൽ നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം. ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബിയോൻ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ. ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിൽ എങ്ങും യൂദന്മാരെ അയച്ച് അറിയിച്ചു, ഇത്ര ക്രൂരമായ തിന്മയാണ് നിങ്ങളുടെ മേൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗിബിയയിലുള്ള നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവിൻ. ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങളവരെ കൊന്നുകളയട്ടെ. എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാർ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ ശ്രവിച്ചില്ല. ഇസ്രായേൽ ജനത്തിന് നേരെ യുദ്ധം ചെയ്യുവാൻ അവർ പട്ടണത്തിൽ നിന്ന് ഗിബിയായിൽ ഒന്നിച്ചുകൂടി. ഗിബിയ നിവാസികൾ നിന്ന് തന്നെ എണ്ണപ്പെട്ട 700 പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. അവർക്ക് പുറമെ വാളെടുക്കാൻ പോകുന്ന 20,000 ബെഞ്ചമിൻ ഗോത്രക്കാരും ഉണ്ടായിരുന്നു. അവരിൽ പ്രഗത്ഭന്മാർ എഴുന്നേറ്റ് ഇടതുകൈയിൽ ന്മാരുമുണ്ടായിരുന്നു. അവൻ ഒരു തലമുടി ഇഴയ്ക്ക് പോലും ഉന്നമിറ്റാത്ത കവണക്കാരായിരുന്നു. മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗധാരികളായ 4,00,000 ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരന്നു. ഇസ്രായേൽ ജനം ബെഥേലിലെത്തി ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യുവാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു. യൂദാദ്യം പോകട്ടെ എന്ന് കർത്താവ് അരുളി ചെയ്തു. ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗിബിയോണിലേക്ക് എതിരായി പാളയമടിച്ചു. അവർ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരായി യുദ്ധത്തിന് ഇറങ്ങി. ഗിബിയായിൽ അവർക്കെതിരായി അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബിയായിൽ നിന്നു വന്ന് 20,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി. എങ്കിലും ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ചു. ആദ്യ ദിവസം അണിനിരുന്നതിന് തന്നെ വീണ്ടും അണിനിരന്നു. അവർ സായാഹ്നം വരെ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടത്തോട് ആരാഞ്ഞു. ചൊല്ലുക എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി 2-ാം ദിവസവും അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാർ 2-ാം ദിവസവും ഗിബിയായിൽ നിന്നും വന്ന് അവരെ നേരിട്ട് ഖഡ്ഗധാരിയായ 18,000 ഇസ്രായേൽക്കാരെ വധിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കന്മാരെയും ചേർത്ത് ബെഥേലിൽ കരഞ്ഞു. അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിൻ്റെ മുമ്പിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലും കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞു. ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം അന്നാളിൽ അവിടെയായിരുന്നു.
അഹറോൻ്റെ പുത്രനായ എലിയാസറിൻ്റെ പുത്രൻ ഫിനെഹാസ് ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത്. അവർ ചോദിച്ചു, ഞങ്ങളുടെ സഹോദരനായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ? നിങ്ങൾ പോവുക, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്തു. ഇസ്രായേൽ ഗിബെയയിലേക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തി. അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ മൂന്നാം വട്ടവും യുദ്ധത്തിനിറങ്ങി. മറ്റ് 2 അവസരങ്ങളിലെപ്പോലെ ഗിബെയയ്ക്കെതിരായി അണിനിരന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽ ജനങ്ങൾക്കെതിരായി പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു. മുൻ അവസരങ്ങളിലെപ്പോലെ ബഥാനിലേക്കും ഗിബെയയിലേക്കും പോകുന്ന പെരുവഴികൾ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും അവർ കൊല തുടങ്ങി. 30ഓളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു. ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു, അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ ജനം കൂടിയാലോചിച്ച് നമുക്ക് പലായനം ചെയ്യാം. ഇങ്ങനെ അവരെ നമുക്ക് വഴിയിലേക്ക് ആനയിക്കാം. ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാത്ത്മാമിൽ അണിനിരന്നു. ഗാബയിലേക്ക് പടിഞ്ഞാറ് വശത്ത് പതിയിരുന്ന ഇസ്രായേലിലും ഓടിക്കൂടി. ഗിബെയയിലേക്ക് എതിരായി തിരഞ്ഞെടുക്കപ്പെട്ട 10,000 ഇസ്രായേലിൽ അണിനിരന്നു. ഉഗ്രമായ പോരാട്ടം നടന്നു. തങ്ങൾക്ക് നാശമടുത്തിരിക്കുന്നെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല. കർത്താവ് ഇസ്രായേലിൻ്റെ മുമ്പിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി. ഖഡ്ഗധാരികളായി 25,200 പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകയിരുത്തി. തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കി. ഗിബെയയ്ക്ക് എതിരെ പതിയിരുന്നവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി. പതിയിരിപ്പുകാർ ഗിബെയയിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി. ഇസ്രായേൽക്കാരും പതിയിരിപ്പുകാരും അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം പടുത്തുയർത്തുമെന്ന് തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ. യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് 30 ഇസ്രായേൽക്കാർ വച്ചപ്പോഴേക്കും ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു. പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി. ഇതാ പട്ടണം കത്തി, പുകപടലം ആകാശത്തേക്ക് ഉയർന്നു. ഇസ്രായേൽക്കാർ തിരിച്ചു വന്നു. ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി നാശമടുത്തിരിക്കുന്നുവെന്ന് അവർ കണ്ടു. അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. പക്ഷേ അവർ കുടുങ്ങിയതേ ഉള്ളൂ. പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു. ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞ് നെഹാവ് മുഴുവൻ കിഴക്ക് ബെത്യാവരെ പിന്തുടർന്ന് അവരെ നിശ്ശേഷം പരാജയപ്പെടുത്തി. യുദ്ധന്മാരായ 18,000 ബെഞ്ചമിൻ ഗോത്രക്കാർ നിലംപതിച്ചു. ശേഷിച്ചവർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമോൻ പാറയിലേക്ക് ഓടി. അവരിൽ 5,000 പേർ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവരെ ഗിദോൻകാർ ഇസ്രായേൽക്കാർ അനുധാവനം ചെയ്തു. അതിൽ 2,000 പേരും വധിക്കപ്പെട്ടു. ഇങ്ങനെ അങ്ങ് ബെഞ്ചമിൻ ഗോത്രക്കാരായ 25,000 തേരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു. എന്നാൽ 200 പേർ മരുഭൂമിയിൽ റിമോൻ പാറയിടുക്കിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവിടെ 4 മാസം താമസിച്ചു. ഇസ്രായേൽ തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു. മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാത്തിനെയും വാളിനിരയാക്കി പട്ടണത്തിന് തീവച്ചു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.